Friends, welcome all to the 7th part of application of derivatives. In the last part, we learned how to find the approximate value of a certain quantities or functions. Today we are going to study the maxima and minima. How to find the maximum and minimum value of a function using differential. Let's see. Consider the graph of a function. Can you see the graph on the board? In this graph, there are 3 points I have marked: A, B and P. A and B are put in red color. ഒരേ കളറിലാണ്. പി വേറൊരു കളറിലാണ് കൊടുത്തത്. എന്താ എയും ബിയും ഒരേ കളറിൽ കൊടുക്കാനുള്ള കാരണം? Can you say? Yes. ഈ രണ്ട് പോയിന്റിലും ഫംഗ്ഷന് അതിൻ്റെ നിയറസ്റ്റ് പോയിന്റ്സിൽ വെച്ച് നോക്കുമ്പോൾ മാക്സിമം വാല്യൂ ആണ്, ഗ്രേറ്റസ്റ്റ് വാല്യൂ കിട്ടുന്നുണ്ട്. പിയിലേക്ക് വരുന്ന സമയത്ത് നിയറസ്റ്റ് പോയിന്റ്സിൽ വെച്ച് നോക്കുമ്പോൾ അതിന് മിനിമം വാല്യൂ ആണ് കിട്ടുന്നത്, ലീസ്റ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. ദി മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്നൊരർത്ഥമില്ല, അതിൻ്റെ നെയ്ബർഹുഡിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വാല്യൂ, അതാണ് മാക്സിമം വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിലെത്തുന്ന സമയത്ത് നിയറസ്റ്റ് പോയിന്റ്സിനേക്കാൾ കൂടിയൊരു വാല്യൂ കിട്ടുന്നു. അതുകൊണ്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഒരു മാക്സിമം ഉണ്ട്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷൻ ഒരു മാക്സിമം വാല്യൂ കിട്ടുന്നുണ്ട്. എന്നാൽ പിയിലെത്തുന്ന സമയത്തോ നിയറസ്റ്റ് പോയിന്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫംഗ്ഷന് കിട്ടാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ്. അപ്പോൾ പിയിൽ ഫംഗ്ഷന് മിനിമം വാല്യൂ ആണ് കിട്ടുന്നത്. ക്ലിയർ ആയോ? എയിലും ബിയിലും മാക്സിമം വാല്യൂ കിട്ടുന്നു, അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം എന്ന് പറയാം. പിയിലെത്തുന്ന സമയത്ത് മിനിമം വാല്യൂ ആണ്, അല്ലെങ്കിൽ ലോക്കൽ മിനിമം എന്നും പറയാം. ക്ലിയർ? യെസ്. എന്തായിരുന്നു നമ്മൾ കണ്ടത്? എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷന് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം, പി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന് മിനിമം വാല്യൂ അല്ലെങ്കിൽ ലോക്കൽ മിനിമം ഉണ്ട്. ഇനി ഒരു ഫംഗ്ഷൻ നോക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ ഡിഫൈൻ ചെയ്യുന്നത് നോക്കുക. നോക്കൂ, എയിലാണ് മാക്സിമം വാല്യൂ കിട്ടുന്ന ഒരു പോയിന്റ് വരുന്നത്. എൻ്റെ ക്ലോസ് ലെഫ്റ്റ് എടുത്താൽ, അല്ലെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ശരിയല്ലേ? ഞാൻ രണ്ട് കളറിൽ എഴുതാൻ കാരണം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അത് തന്നെയാണ് ബിയിലും സംഭവിക്കുന്നത്. ലെഫ്റ്റിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, റൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ക്ലോസ് ലെഫ്റ്റിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0യും ക്ലോസ് റൈറ്റിലേക്ക് വരുന്ന സമയത്ത് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ്. എന്നാൽ ആ പോയിന്റിലെത്തുമ്പോഴോ അവിടെയുള്ള ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് സ്ലോപ്പ് ഓർ എഫ് ഡാഷ് എക്സ് 0 ആണ്. അപ്പോൾ ആ പോയിന്റിൽ എഫ് ഡാഷ് എക്സ് 0 ആണ്, ലെഫ്റ്റിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0, റൈറ്റിൽ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് 0 നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ, എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ പോസിറ്റീവ് 0 നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിന്റിലെ ഫംഗ്ഷന് ലോക്കൽ മാക്സിമം ആയിരിക്കും. എന്നാൽ ലോക്കൽ മിനിമത്തിൽ എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, ദാറ്റ് മീൻസ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0. പോയിന്റിലെത്തുമ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആണ്, കാരണം അവിടെ ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. റൈറ്റിലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ നെഗറ്റീവ് 0 പോസിറ്റീവ് ആണെങ്കിൽ, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദി സൈൻ ഓഫ് എഫ് ഡാഷ് എക്സ് ഈസ് നെഗറ്റീവ് 0 പോസിറ്റീവ് ആണെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷന് ലോക്കൽ മിനിമം ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം കിട്ടുന്ന പോയിന്റിൽ എഫ് ഡാഷ് എക്സ് 0 ആണ്. അപ്പോൾ തിരിച്ചും പറയാം, എഫ് ഡാഷ് എക്സ് 0 ആകുന്ന പോയിന്റിലാണ് ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം കിട്ടുന്നത്. മാക്സിമം അല്ലെങ്കിൽ മിനിമം കിട്ടുന്ന പോയിന്റിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു ക്രിറ്റിക്കൽ പോയിന്റ്. എന്തായിരുന്നു പേര്? ക്രിറ്റിക്കൽ പോയിന്റ്. മാക്സിമം അല്ലെങ്കിൽ മിനിമം കിട്ടുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് ക്രിറ്റിക്കൽ പോയിന്റ്. അപ്പോൾ ഒരു ഫംഗ്ഷനിൽ നിന്ന് അതിൻ്റെ ക്രിറ്റിക്കൽ പോയിന്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? എഫ് ഡാഷ് എക്സ് 0 ആക്കിയാൽ മതി. ക്രിറ്റിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താ വേണ്ടേ? പുട്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. റെഡി? ഓക്കെ. ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ ഒന്ന് ഡിഫൈൻ ചെയ്യാം. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എഫ് ഓഫ് എക്സിൻ്റെ ഡൊമൈനിലെടുത്തു. ഇനി ഇവിടെ നോക്കുക, ആ പോയിന്റിൽ എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ 0 ആണ്, ദാറ്റ് ഈസ് എഫ് ഡാഷ് എ ഈക്വൽ ടു 0 ആണ്.
ഇനി എയുടെ ക്ലോസ് ലെഫ്റ്റിലുള്ള വാല്യൂ എഫ് ഡാഷ് എ മൈനസ് എച്ചും ക്ലോസ് റൈറ്റിലുള്ള വാല്യൂ എഫ് ഡാഷ് എ പ്ലസ് എച്ചും കണ്ടു. എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂസ് എൻ്റെ ക്ലോസ് ലെഫ്റ്റിലും എൻ്റെ ക്ലോസ് റൈറ്റിലും കാണുന്നു. ക്ലോസ് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എഫ് ഡാഷ് എക്സ് പോസിറ്റീവും ക്ലോസ് റൈറ്റിലേക്ക് പോകുമ്പോൾ എഫ് ഡാഷ് എക്സ് നെഗറ്റീവാണ്. ദെർഫോർ എ ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ പറയാം? എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ പോസിറ്റീവ് 0 നെഗറ്റീവ് ആണെങ്കിൽ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഓർ എ ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. മനസ്സിലായോ മക്കളെ? ഇനി നോക്കൂ ലോക്കൽ മിനിമം. ഇത് നിങ്ങൾ ഇതേപോലെ ഒന്ന് വരച്ചു വെക്കണേ നോട്ട്ബുക്കിൽ. എഫ് ഡാഷ് എ ഈക്വൽ ടു 0 ആണ് എ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ക്രിറ്റിക്കൽ പോയിന്റ്. ആ എയുടെ ക്ലോസ് ലെഫ്റ്റിലുള്ള പോയിന്റ്സിൽ, അതായത് എഫ് ഡാഷ് എക്സിൻ്റെ സൈനാണ് പറയുന്നത്, എഫ് ഡാഷ് എ മൈനസ് എച്ച് നെഗറ്റീവും ക്ലോസ് റൈറ്റിലേക്ക് വരുന്ന സമയത്ത് എഫ് ഡാഷ് എ പ്ലസ് എച്ച് പോസിറ്റീവാണ്. എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ ക്ലോസ് റൈറ്റിൽ വരുമ്പോൾ പോസിറ്റീവും ക്ലോസ് ലെഫ്റ്റിൽ വരുമ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ ഷോർട്ടായിട്ട് നമുക്ക് എങ്ങനെ പറയാം? എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് 0 പോസിറ്റീവ് ആണെങ്കിൽ എ ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. എ ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. ക്ലിയർ? അപ്പോൾ ഒരു സംശയം വരുന്നുണ്ട്. എന്താണ്? എഫ് ഡാഷ് എക്സ് എഫ് ഡാഷ് എ 0 ആണ്. എയിൽ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. ലെഫ്റ്റിലും റൈറ്റിലും ഒരേ സൈൻ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ലെഫ്റ്റിൽ നെഗറ്റീവ് ആണെങ്കിൽ റൈറ്റിലേക്ക് നെഗറ്റീവ്, ലെഫ്റ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റിലും പോസിറ്റീവ് വരുന്നു. അത്തരം ഫങ്ഷൻസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിനെ പറയുന്ന പേരെന്താണ്? അടുത്തത് നമുക്ക് നോക്കാം. y ഈക്വൽ ടു എക്സ് ക്യൂബ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഇവിടെ വരച്ചു. ഇവിടെ എന്താ എക്സ് സ്ക്വയർ വൈ ഡാഷ് വരുന്നത്? വൈ ഡാഷ് ഈക്വൽ ടു 3x സ്ക്വയർ, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ അല്ലേ? എഫ് ഡാഷ് എക്സ് 0 ആകുന്ന പോയിന്റ് ഏതാണ്? വൈ ഡാഷ് ഈക്വൽ ടു 0 ആണെങ്കിൽ 3x സ്ക്വയർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്രിറ്റിക്കൽ പോയിന്റ് അല്ലേ? ആ ക്രിറ്റിക്കൽ പോയിന്റിൻ്റെ ഇവിടെയാണ് എക്സ് ഈക്വൽ ടു 0. ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ അല്ലേ? എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ പോസിറ്റീവ് ആണല്ലോ. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴും ഫംഗ്ഷൻ ഇൻക്രീസിങ് അല്ലേ? അവിടെയും എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ പോസിറ്റീവ് അല്ലേ? അപ്പോൾ 0 എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. റൈറ്റ് സൈഡിലും പോസിറ്റീവാണ്, ലെഫ്റ്റ് സൈഡിലും പോസിറ്റീവാണ്. ലെഫ്റ്റ് സൈഡിലും പോസിറ്റീവാണ്, റൈറ്റ് സൈഡിലും പോസിറ്റീവാണ്. നമ്മളെങ്ങനെയാണ് പഠിച്ചത്? ലെഫ്റ്റിൽ പോസിറ്റീവ് ആകുമ്പോൾ റൈറ്റിലെത്തുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിന്റിൽ മാക്സിമം ഉണ്ട്. എന്നാൽ ലെഫ്റ്റിൽ നെഗറ്റീവും റൈറ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ ആ പോയിന്റിൽ മിനിമം ഉണ്ട് എന്ന് പഠിച്ചു. ഇവിടെ 0 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ സൈൻ തന്നെയാണ് വരുന്നത്, രണ്ടും പോസിറ്റീവാണ്. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ എടുത്താൽ ആ ക്രിറ്റിക്കൽ പോയിന്റിൽ എഫ് ഡാഷ് എക്സ് 0 ആകുന്ന പോയിന്റിൽ ഫംഗ്ഷന് മാക്സിമം ഇല്ല, മിനിമം ഇല്ല. നൈദർ മാക്സിമ നോർ മിനിമ എന്നാണ് പറയുന്നത്. ഇങ്ങനെ മാക്സിമം മിനിമം കിട്ടാത്ത ക്രിറ്റിക്കൽ പോയിന്റ്സിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. എന്താ പറയുന്നത്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഓർത്ത് വെച്ചൂടെ? ദി പോയിന്റ് അറ്റ് വിച്ച് ഫംഗ്ഷൻ ഹാസ് നൈദർ മാക്സിമ നോർ മിനിമ, സച്ച് പോയിന്റ്സ് ആർ കോൾഡ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ ഈ ഫിഗറിൽ അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 ഈസ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ക്ലിയർ? മനസ്സിലായോ മക്കളെ? ഇതൊന്ന് എഴുതി വെക്കൂ. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യം കൺസോൾട്ടേറ്റ് ചെയ്ത് ഒന്ന് എഴുതി വെക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് എഴുതാം. എന്തൊക്കെയായിരുന്നു പോയിന്റ്സ്? നമ്പർ 1, ദി പോയിന്റ് അറ്റ് വിച്ച് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 is called critical points. Number 2, the local maxima and local minima of the function occur only at the critical points. Number 3, to get critical points, put f dash x equal to 0. The critical points at which the function has neither maxima nor minima is called point of inflection. These are the main points relating local maxima and local minima in first derivative test.
Let's discuss a problem. First one, find all points of local maxima and local minima of the function f of x is equal to x cube minus 3x plus 3. Let's see the answer. Given that f of x is equal to x cube minus 3x plus 3. First find f dash x. What's the derivative of x cube? That is 3x square, and minus 3x become minus 3, and derivative of 3 is 0. So f dash x is 3x square minus 3. This can be written as 3 into x square minus 1. For critical points, put f dash x equal to 0. F dash x equal to 0 means 3 into x square minus 1 equal to 0. That is 3 not equal to 0. Therefore, x square minus 1 is 0. X square minus 1 can be written as x plus 1 into x minus 1 equal to 0. That is x equal to 1 or x equal to minus 1. ഇതാണ് എഫ് ഡാഷ് എക്സ് 0 ആകുമ്പോഴുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ പോയിന്റ്സ് ആർ 1 ആൻഡ് മൈനസ് 1. Therefore, the function has maximum or minimum occur at 1 or minus 1. We have to check whether it have maximum or minimum at these points. Take first one, x is equal to 1. 1 means x 1 ആകുന്ന സമയത്ത് 1ൻ്റെ ക്ലോസ് ലെഫ്റ്റിലും 1ൻ്റെ ക്ലോസ് റൈറ്റിലുള്ള പോയിന്റ്സ് കണ്ടു. ക്ലോസ് ലെഫ്റ്റിൽ വരുന്ന പോയിന്റ് ആയിരുന്നു 0.9. ക്ലോസ് റൈറ്റിൽ വരുന്ന പോയിന്റ് 1 × 2ൻ്റെ ഉള്ളിലുള്ളതാണ്. ദാറ്റ് ഈസ് 1.1 എന്നെടുക്കാം. ഇനി ഇതിൽ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ കാണാം. എഫ് ഡാഷ് 0.9, ദാറ്റ് ഈസ് 3 ഇൻറ്റു 0.9 ഹോൾ സ്ക്വയർ മൈനസ് 1. 0.9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.81 ആണ്. 0.81 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇസ് എ നെഗറ്റീവ് നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 0. എന്ന് പറഞ്ഞാൽ 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണ്. അതാണ് റെഡ് കളറിൽ കൊടുത്തത്. ഇനി റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എഫ് ഡാഷ് 1.1 ആണ് കാണുന്നത്. 3 ഇൻറ്റു 1.1 ഹോൾ സ്ക്വയർ മൈനസ് 1. 1.1 സ്ക്വയർ ഈസ് 1.21 മൈനസ് 1 വിച്ച് ഇസ് എ പോസിറ്റീവ് നമ്പർ. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 0. റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ എന്തായിരുന്നു കൺക്ലൂഷൻ കിട്ടുന്നത്? ലെഫ്റ്റ് സൈഡിൽ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ്, പോയിന്റിൽ 0, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം പോസിറ്റീവ് കിട്ടി. നെഗറ്റീവ് 0 പോസിറ്റീവ്. ആദ്യം നെഗറ്റീവ് ആയതുകൊണ്ട് മിനിമം ആണ്. Therefore, f of x has local minimum at x is equal to 1. അതല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഓർ x is equal to 1 is a point of local minimum. Clear? Yes. ഇനി രണ്ടാമത്തെ പോയിന്റ് ചെക്ക് ചെയ്യാം. Next point is minus 1. We have to check whether the function has maxima or minima at x is equal to minus 1. മൈനസ് 1ൽ ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ എന്ന് കാണണം. നമുക്കറിയാം മൈനസ് 1 എന്ന് പറയുന്നത് നമ്പർ ലൈനിലെ -2ൻ്റെയും 0ൻ്റെയും ഉള്ളിലുള്ള നമ്പറാണ്. ഇനി മൈനസ് 1ൻ്റെ ക്ലോസ് ലെഫ്റ്റിലുള്ള ഒരു വാല്യൂ കണ്ടു, ദാറ്റ് ഈസ് നെഗറ്റീവ് 1.1ഉം ക്ലോസ് റൈറ്റിലുള്ള ഒരു വാല്യൂ എടുത്തു -0.9. ആ പോയിന്റ്സിൽ എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ കണ്ടെത്തുക. ദാറ്റ് ഈസ് എഫ് ഡാഷ് നെഗറ്റീവ് 1.1 ഈക്വൽ ടു 3 ഇൻറ്റു -1.1 ഹോൾ സ്ക്വയർ മൈനസ് 1. 1.1 whole square is 1.21 minus 1 become 0.21 is a positive number into 3 is again positive, that is greater than 0. That means f dash negative 1.1 is a positive number. That means very close and left of -1 the sign of f dash x is positive. So I put positive here on left side. Then next find f dash negative 0.9, that is 3 into negative 0.9 whole square minus 1, that is 3 into 0.81 minus 1, which is a negative number which is less than 0. That means very close and right of -1 the sign of f dash x is negative, so I put negative here. That means the sign of f dash x is positive 0 negative. That is very close and left of -1 is positive, at -1 0 and right of -1 is negative. Positive 0 negative implies f of x has local maximum at that point -1. That is f of x has local maximum at x is equal to -1 or x is equal to -1 is a point of local maximum. Got the idea? Yes, copy. Next we move
to second derivative test to check the function has maxima or minima. What is second derivative test? Let f be a function defined on an interval I. f എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. ആൻഡ് എ ഈസ് ആൻ എനി പോയിന്റ് ഇൻ ഐ. എ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലെ ഏതോ ഒരു പോയിൻ്റാണ്. ഇനി നോക്കുക, മെത്തേഡ്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു find local maxima or local minima. First one, find f dash x and f double dash x. Find its first derivative and second derivative. Number 2, to find critical points, put f dash x equal to 0. First derivative 0 ആക്കുന്നേ ആ സമയത്ത് കിട്ടുന്ന ഒരു പോയിന്റ്, സേ x is equal to a. എക്സിന് കിട്ടുന്ന ഒരു പോയിന്റ് എ ആണെന്ന് നമ്മൾ എടുത്തു. ആ എ നമ്മളെടുത്ത ഇൻ്റർവെല്ലിലെ ഒരു പോയിൻ്റാണ്. Number 3, find f double dash a and if 3 cases arises, f double dash a less than 0, second derivative less than 0, negative, then f of x has local maximum at x is equal to a. Second derivative negative ആണെങ്കിൽ local maximum. Number 2, f double dash a greater than 0, then f of x has local minimum at x is equal to a. Second derivative positive ആണെങ്കിൽ local minimum. Third case, f double dash a equal to 0, second derivative test fails. ഇനി ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ വേണമെങ്കിൽ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ലൈക്ക് ദിസ്: if f double dash a equal to 0, then there is neither maxima nor minima, therefore x is equal to a is a point of inflection. അങ്ങനെയും പറയാം. അപ്പോൾ 3 കേസാണ് വരുന്നത്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം, സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം, സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഷോർട്ടായിട്ട് എന്ത് പറയാം? നൈദർ മാക്സിമ നോർ മിനിമ ഇസ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ക്ലിയർ? ഓക്കെ, കോപ്പി ഇറ്റ്. ഫൈൻഡ് ലോക്കൽ മാക്സിമ ഓർ ലോക്കൽ മിനിമ ഓഫ് ദി ഫംഗ്ഷൻ f of x is equal to 3x raised to 4 plus 4x cube minus 12x square plus 12. ഇതിൻ്റെ ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയാണ് കാണേണ്ടത്. വി ക്യാൻ അപ്ലൈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ലെറ്റ് സി ദ ആൻസർ. ഗിവൺ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x raised to 4 plus 4x cube minus 12x square plus 12. Find f dash x and f double dash x. First derivative 12x cube plus 12x square minus 24x. And f double dash x become 36x square plus 24x minus 24. This can be written as 12 into 3x square plus 2x minus 2. Can you follow? For critical points, put f dash x equal to 0. When f dash x equal to 0, the value of x will give critical points. That is, f dash x is 12x cube plus 12x square minus 24x. In these three terms, 12x is common, so we can write it as 12x into x square plus x minus 2 equal to 0. X square plus x minus 2 can be written as x plus 2 into x minus 1, so it become 12x into x plus 2 into x minus 1 equal to 0. That means 12x equal to 0, therefore x equal to 0. X plus 2 equal to 0 means x equal to minus 2, and x minus 1 equal to 0 means x equal to 1. So the critical points are 0, minus 2 and 1. The function has either maximum or minimum at these 3 points. F double dash 0, f double dash x ile x ന് 0 കൊടുത്തു കഴിഞ്ഞാൽ that become minus 4, which is less than 0. And f double dash minus 2, that is 12 into 12 plus 4 minus 2, that is 12 into 14, that's equal to 168, is a positive number greater than 0. And the last point, f double dash 1, that is 12 into 3 plus 2 minus 2, that is 3 into 12, 36, is also a positive number greater than 0. If second derivative is positive, then f of x is minimum at that point, and if second derivative is negative, then f of x or the given function has maximum at that point. So the conclusion, f of x is maximum at x is equal to 0
and the maximum value f of 0. Put x is equal to 0 in f of x, then it become 12. So the maximum value of the function is 12. Next, f is minimum at x is equal to minus 2 and x is equal to 1, and the minimum value f of minus 2 and f of 1. F of minus 2 is minus 20 and f of 1 is 7. Therefore minimum values 7 comma minus 20. Can you follow? Yes, copy it. The maximum and minimum in closed intervals. ഇതുവരെ നമ്മൾ ഓപ്പൺ ഇൻ്റർവെല്ലായിരുന്നു ഡിഫൈൻ ചെയ്ത്. ഇനി ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ എങ്ങനെയാണ് മാക്സിമം മിനിമം കാണുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലുള്ള മാക്സിമം മിനിമത്തെ നമ്മൾ പറയുന്ന പേരായിരുന്നു അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മിനിമ. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സല്യൂട്ട് മാക്സിമ ആൻഡ് അബ്സല്യൂട്ട് മിനിമ. Let's see what are the different stages to find absolute maxima and absolute minima. Let f be a continuous function on closed interval AB. First one, find f dash x. Number 2, put f dash x equal to 0. f dash x 0 ആക്കുക. ആ സമയത്ത് എക്സിന് കിട്ടുന്ന വാല്യൂസ് a1 a2 എന്ന് നമ്മൾ എടുത്തു. സേ a1, a2. Number 3, find f of a, f of a1, f of a2 and f of b. ഇനി ഈ a1 a2 എടുക്കുന്ന സമയത്ത് അത് എവിടെ ആയിരിക്കണം? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് ആയിരിക്കും. എന്നിട്ടിതാ എഫ് ഓഫ് എയും എഫ് ഓഫ് എ വൺ, എഫ് ഓഫ് എ ടു ആൻഡ് എഫ് ഓഫ് ബി ഇത്രയും വാല്യൂ കാണാം. ദെൻ അബ്സല്യൂട്ട് മാക്സിമ എന്ന് പറയുന്നത് മാക്സിമം എമംഗ് എഫ് ഓഫ് എ, എഫ് ഓഫ് എ വൺ, എഫ് ഓഫ് എ ടു ആൻഡ് എഫ് ഓഫ് ബി. ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലുത് ഏതാണോ അത് അബ്സല്യൂട്ട് മാക്സിമം. ഇനി അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്നത് മിനിമം എമംഗ് എഫ് ഓഫ് എ, എഫ് ഓഫ് എ വൺ, എഫ് ഓഫ് എ ടു ആൻഡ് എഫ് ഓഫ് ബി. ആ ഗ്രൂപ്പിലെ ഏറ്റവും ചെറുത് ഏതാണോ വരുന്നത് ദാറ്റ്സ് കോൾഡ് അബ്സല്യൂട്ട് മിനിമ. ക്ലിയർ? ഇനി അബ്സല്യൂട്ട് മാക്സിമ കിട്ടുന്ന പോയിന്റ് ഏതാണോ അതിനെ പോയിന്റ് ഓഫ് അബ്സല്യൂട്ട് മാക്സിമ എന്നും, അബ്സല്യൂട്ട് മിനിമം കിട്ടുന്നത് ഇതിലെ മിനിമം വാല്യൂ ഏതാണോ വരുന്നത് ആ പോയിന്റിനെ പോയിന്റ് ഓഫ് അബ്സല്യൂട്ട് മിനിമം എന്നും പറയും. ഓർത്ത് വെച്ചൂടെ? യെസ്, എഴുതൂ. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം ഓഫ് ദി ഫംഗ്ഷൻ. First one, f of x is equal to x cube, x belongs to closed interval minus 2, 2. And number 2, f of x is equal to x minus 1 whole square plus 3, x belongs to closed interval minus 3, 1. Clear? ഇതിൽ രണ്ടിലും അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം കാണണം. അറിയാലോ മെത്തേഡ്? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുക. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ദെൻ ഫൈൻഡ് എഫ് ഡാഷ് എക്സ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ വൺ, 3x സ്ക്വയർ. എന്തായിരുന്നു മെത്തേഡ്? എഫ് ഡാഷ് എക്സ് 0 ആക്കുക. ദാറ്റ് മീൻസ് 3x സ്ക്വയർ ഈക്വൽ ടു 0. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ 0 എന്ന് പറയുന്ന വാല്യൂ -2, 2ൻ്റെ ഉള്ളിലല്ലേ? ദാറ്റ് ഈസ് ക്ലിയർലി ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -2, 2. ഇനി എന്തായിരുന്നു വേണ്ടേ? ഈ ഓരോ പോയിന്റ്സിലും 0ലും -2ലും 2ലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കാണാം. എഫ് ഓഫ് -2 ഈക്വൽ ടു -8, എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് 2 ഈക്വൽ ടു 8. Then absolute maximum equal to maximum among -8, 0, 8, that's equal to 8. ഇതിലെ ഏറ്റവും വലിയ വാല്യൂ. അബ്സല്യൂട്ട് മിനിമം മീൻസ് മിനിമം എമംഗ് -8, 0, 8. അതിലെ ഏറ്റവും ചെറുത് -8. സോ അബ്സല്യൂട്ട് മിനിമം ഈക്വൽ ടു -8. വെരി സിമ്പിൾ വൺ. ചെയ്തൂടെ മക്കളെ? വേഗം എഴുതും. ഇനി സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ആൻസർ അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 ആണ്. സോ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 1. പുട്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 1 വിച്ച് ഇസ് ക്ലിയർലി ലൈയിങ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -3, 1. അതിലെ ഒരു വാല്യൂ തന്നെയാണ്. അതുകൊണ്ട് ഈ രണ്ട് വാല്യൂസ് കണ്ടാൽ മതി. എഫ് ഓഫ് -3 ഈക്വൽ ടു എഫ് ഓഫ് -3 ദാറ്റ് ഈസ് -3 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 ദാറ്റ് ഈസ് 16 പ്ലസ് 3 ഈക്വൽ ടു 19 ആൻഡ് എഫ് ഓഫ് 1 ഈക്വൽ ടു 1 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 ദാറ്റ് ഈസ് 0 പ്ലസ് 3 ഈക്വൽ ടു 3.
രണ്ട് വാല്യൂസ് ആണുള്ളത്. അതിലെ വലുത് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ, ചെറുത് അബ്സല്യൂട്ട് മിനിമം. Therefore absolute maximum equal to 19 and absolute minimum equal to 3. Can you follow? Very simple one. Write it. നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമം, ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം ഇത് കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്ത് കഴിയും. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലമാണ്. നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഇഫ് എനി f of x is equal to mod x plus 2 minus 1. Second one, f of x is equal to minus of mod x plus 1 plus 3. Third one, f of x is equal to sin 2x plus 5. And the last one, f of x is equal to mod sin 4x plus 3. ഇതായിരുന്നു 4 ക്വസ്റ്റ്യൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ ഫംഗ്ഷൻ്റെയും വാല്യൂസ് നിങ്ങൾക്കറിയാം, അതിൻ്റെ റേഞ്ച് വാല്യൂസ് അറിയാം, എവിടുന്ന് ഏതുവരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് അറിയാം. അതായിരുന്നു ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത. ലെറ്റ്സ് സീ ദ ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മോഡ് എക്സ് പ്ലസ് 2 മൈനസ് 1 ആണ്. ഇതിൽ നമുക്ക് അറിയുന്ന കാര്യം, വി നോ ദാറ്റ് മോഡ് എക്സ് പ്ലസ് 2 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഒരു നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറഞ്ഞാൽ മിനിമം 0 അല്ലെങ്കിൽ 0നേക്കാൾ വലുത്. ഒരു നോൺ നെഗറ്റീവ് നമ്പറാണ്. മോഡ് എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് എന്താ വേണ്ടേ? മോഡ് എക്സ് പ്ലസ് 2 മൈനസ് 1, രണ്ട് സൈഡിൽ നിന്നും ഒരു 1 മൈനസ് ചെയ്യുന്നു. ദെൻ മോഡ് എക്സ് പ്ലസ് 2 മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് 1, ദാറ്റ് ഈസ് മൈനസ് 1. ഫസ്റ്റ് ഇയർലി ലീനിയർ ഇനീക്വാലിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞു. ഇഫ് വി ആഡ് ഓർ സബ്ട്രാക്ട് സെയിം നമ്പർ ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇനീക്വാലിറ്റി ഡസ് നോട്ട് അഫക്ട് ദ ഇനീക്വാലിറ്റി. ഹിയർ വി സബ്ട്രാക്ട് മൈനസ് 1 ഫ്രം ബോത്ത് സൈഡ്സ് ദോ, സോ ദർ ഈസ് നോ ചേഞ്ച് ഓൺ ദി ഇനീക്വാലിറ്റി. ദെൻ മോഡ് എക്സ് പ്ലസ് 2 മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1. ക്യാൻ യു ഫോളോ? ഇനി നോക്കൂ. മോഡ് എക്സ് പ്ലസ് 2 മൈനസ് 1 എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിനിമം വാല്യൂ മൈനസ് 1 ആണ്. മൈനസ് 1 അതിനേക്കാൾ വലുതോ ആവാം. വലുത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ കനോട്ട് ബി പ്രെഡിക്റ്റബിൾ. ദെർഫോർ മിനിമം വാല്യൂ ഈസ് മൈനസ് 1, നോ മാക്സിമം വാല്യൂ. ഗോട്ട് ദ ഐഡിയ? യെസ്. എന്തായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്? അതും മോഡുലസ് ഫംഗ്ഷൻ ആണ്. നോക്കൂ. മോഡ് എക്സ് പ്ലസ് 1 ആണ് വേണ്ടേ, നെഗറ്റീവ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്തായിരുന്നു മോഡ് എക്സ് പ്ലസ് 1ൻ്റെ വാല്യൂ? വിച്ച് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡും ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് മോഡ് എക്സ് പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതും നമ്മൾ പഠിച്ചു. ഇഫ് വി മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ എ നെഗറ്റീവ് നമ്പർ, ദെൻ ഇനീക്വാലിറ്റി ഗെറ്റ് റിവേഴ്സ്ഡ്. ഇനീക്വാലിറ്റി തിരിയുന്നു. ഗ്രേറ്റർ ദാൻ എന്നത് ലെസ് ദാൻ ആയിട്ട് മാറി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബിക്കം ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി എന്ത് വേണം? പ്ലസ് 3 ആഡ് ചെയ്യുന്നു. മൈനസ് ഓഫ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടി. മൈനസ് ഓഫ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് 3 എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ മാക്സിമം വാല്യൂ 3 ആണ്, പക്ഷേ മിനിമം വാല്യൂ നമുക്ക് പറയാൻ കഴിയില്ല. ദെർഫോർ മാക്സിമം വാല്യൂ ഈക്വൽ ടു 3, നോ മിനിമം വാല്യൂ. ഇത് രണ്ടും മനസ്സിലായോ മക്കളെ? അടുത്ത രണ്ടെണ്ണം വരുമ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ റേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, നോക്കുക. ഇനി ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നോക്കൂ. അത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുമ്പോൾ അതിൻ്റെ റേഞ്ച് വെച്ചിട്ടാണ് എഴുതണ്ടേ. ഇതിൽ രണ്ടിലും സൈൻ എക്സ് ആണ് തന്നത്. നമുക്കറിയാം സൈൻ എക്സിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 അല്ലേ. ദാറ്റ് ഈസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി തേർഡ് ക്വസ്റ്റിലേക്ക് വരുന്നു. സൈൻ 2x ആണ്. എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ -1നും 1നും ഉള്ളിലാണ്. ദാറ്റ് ഈസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇനി ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ 2xനോട് കൂടി 5 ആഡ് ചെയ്യുന്നു. ഈ ഇനീക്വാലിറ്റിയിലെ 3 കോമ്പോണൻസ് ഉണ്ട്, അതിൽ ഓരോന്നിലും 5 ആഡ് ചെയ്യുക. -1 + 5 എന്ന് പറഞ്ഞാൽ 4, 1 + 5 എന്ന് പറഞ്ഞാൽ 6, സൈൻ 2x + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 2x + 5. ഇങ്ങനെ കിട്ടി. ഇനി എന്ത് വരുന്നു? സൈൻ 2x + 5 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് കിട്ടി.
അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 4 × 6 ഉള്ളിലാണ്. മിനിമം വാല്യൂ ഈസ് 4 ആൻഡ് മാക്സിമം വാല്യൂ ഈസ് 6. ദാറ്റ്സ് ദ ആൻസർ. ഗോട്ട് ദ ഐഡിയ? യെസ്, വേഗം എഴുതി വെക്കൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാൻ പറയണ്ട, നിങ്ങൾക്ക് തന്നെ തനിയെ എഴുതാവുന്നതാണ്. പലർക്കും ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നോക്കൂ മക്കളെ, ഇവിടെയും ഫംഗ്ഷൻ സൈൻ ആണ്. സൈനിൻ്റെ വാല്യൂ -1 × 1 ഉള്ളിലാണല്ലോ. സോ -1 ≤ sin 4x ≤ 1 ആണ്. എന്ത് വേണോ? 3 ആഡ് ചെയ്യണം. -1 + 3 എന്ന് പറഞ്ഞാൽ 2, 1 + 3 എന്ന് പറഞ്ഞാൽ 4. ദാറ്റ് ഈസ് 2 ≤ sin 4x + 3 ≤ 4. ഇനി അതിൻ്റെ മോഡുലസ് കൊടുക്കുമ്പോൾ ഇത് ഓരോന്നും മോഡുലസ് കൊടുക്കണം, അതായത് പോസിറ്റീവ് ആക്കണം. ഇത് ഓൾറെഡി പോസിറ്റീവ് ആയതുകൊണ്ട് ദർ ഈസ് നോ ചേഞ്ച് അറ്റ് ഓൾ. 2 ≤ sin 4x + 3 ≤ 4 എന്ന് കിട്ടും. sin 4x + 3 എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് 2 ≤ f of x ≤ 4. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2 × 4 ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ 2 ആൻഡ് മാക്സിമം വാല്യൂ ഈസ് 4. കിട്ടിയോ ഐഡിയ? വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാം. ഓക്കെ, വേഗം എഴുതൂ. ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദി ഫോളോയിങ് ഫങ്ഷൻസ് ഡു നോട്ട് ഹാവ് മാക്സിമ ഓർ മിനിമ. ഫസ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് is equal to e⁻x. നെക്സ്റ്റ്, എഫ് ഓഫ് എക്സ് is equal to log x. ആൻഡ് ദ ലാസ്റ്റ്, എഫ് ഓഫ് എക്സ് is equal to x³ + x² + x + 1. എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഇതിന് മാക്സിമ ഇല്ല, മിനിമം ഇല്ല. എവിടെയാണ് മാക്സിമ മിനിമ ഫംഗ്ഷൻ ലഭിക്കുന്നത്? f' 0 ആകുമ്പോഴാണ്. അപ്പോൾ ഒരു മെത്തേഡ് എന്താണ്? f' ≠ 0 എന്ന് പ്രൂവ് ചെയ്താൽ പോരെ? എക്സിന് അങ്ങനെ ഒരു വാല്യൂ കിട്ടുന്നില്ല എന്ന് കണ്ടാൽ പോരെ? യെസ്, ലെറ്റ്സ് സീ ദ ആൻസർ. ലെറ്റ്സ് സീ ദ ആൻസർ ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എഫ് ഓഫ് എക്സ് is equal to e⁻x. then what is f'? is e⁻x itself. ഇനി എക്സിന് ഏതെങ്കിലും റിയൽ നമ്പർ കൊടുക്കുമ്പോൾ e⁻x 0 ആകുന്നുണ്ടോ മക്കളെ? ഒരിക്കലും ഇല്ല. അതാണ് പറയുന്നത് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എനി റിയൽ എക്സ്. അതുകൊണ്ട് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഡു നോട്ട് ഹാവ് മാക്സിമ ഓർ മിനിമ. ക്ലിയർ? ഇനി അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറയുന്നത്? സെക്കൻഡ് വൺ, എഫ് ഓഫ് എക്സ് is equal to log x. പറയൂ, എന്തായിരുന്നു f'? യെസ്, ദാറ്റ് ഈസ് 1/x. For any real x, 1/x not equal to 0. Therefore, f of x do not have maxima or minima, or simply write hence the result. Can you follow? Yes, copy it. Let's move to the answer of third question. f of x is equal to x³ + x² + x + 1. Then f'(x) 3x² + 2x + 1. f'(x) equal to 0 implies 3x² + 2x + 1 equal to 0 is a second degree equation. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കണം. b² - 4ac equal to 4 - 4 × 3 × 1, that is 4 - 12 is an -8 which is less than 0. ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞാൽ എക്സിന് ഒരു റിയൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നോ റിയൽ എക്സ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് വാല്യൂ ഇല്ല. എക്സിന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രിറ്റിക്കൽ പോയിന്റ് ഇല്ല, മാക്സിമ മിനിമ ചെക്ക് ചെയ്യാനുള്ള പോയിന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഡു നോട്ട് ഹാവ് മാക്സിമ ഓർ മിനിമ, ഹെൻസ് ദ റിസൾട്ട്. Got the idea? Let's wind up today's class here. Today we learned what is local maxima, local minima, and what is absolute maxima and absolute minima. First derivative test and second derivative test to find local maxima and local minima. Some typical problems relating maxima and minima. The more word problems we'll discuss in coming videos. Stay home, be safe. Thank you for watching my videos. Thank you.